മനസ്സിലെന്താണെന്നറിയോ, ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ. പുറത്തുള്ള കുട്ടികൾക്ക് അത്ര ഇല്ല. അവരിൽ ഉള്ള മ്യൂസിഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു തോട്ടാണ് എൻ്റെ ഉള്ളത്. അപ്പം അവർ ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും കുട്ടികൾ വന്ന് ചോദിച്ചോളൂ, ഇത് ആരാ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ആരാ പഠിപ്പിക്കുന്നത്. ആ മൗത്ത് ടു മൗത്താണ് എൻ്റെ എല്ലാ ആഡും നടന്നത്. ഒരു പൈസയ്ക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ പാഷനാണ്. ആ ഒരു കുട്ടി ഇപ്പോഴും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നന്നായിട്ട് പാടി ഞാൻ അവിടെ ഇരുന്ന് കരയും, അവരുടെ മുമ്പിൽ ഇരുന്ന് കരയും. കാരണം എനിക്ക് ആ ഒരു പാഷനാണ് ആ കുട്ടിയിലുള്ള സിംഗറിനെ പുറത്തേക്ക് കൊണ്ടുവരിക. എല്ലാ ഏജും. ഏറ്റവും ചെറിയ കുട്ടിക്ക് ഇപ്പം 4 വയസ്സായി, ഏറ്റവും മുതിർന്ന കുട്ടിക്ക് ഇപ്പോ 66 വയസ്സായി. 66 ആള് ഇപ്പൊ റിട്ടയർ ചെയ്തു. പഠിക്കാം ഇങ്ങനെ ഇരിക്കും അവന്റെ സൗകര്യത്തിന് പാട്ട് പഠിക്കുമ്പോൾ വെയിറ്റ്, ഈ പാട്ട് എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് വേറെ പാട്ട് മാറ്റി പിടിച്ചാലോ. ഓക്കെ, അവരെല്ലാം റഷ്യൻ എന്നൊക്കെയാണ്. റഷ്യൻസ് ഉണ്ട്. റഷ്യൻസിൽ ഏറ്റവും കോമഡി എന്താണെന്നറിയോ, ഒരു റഷ്യന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ, ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ അതൊക്കെ. ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. ഇവര് റഷ്യന് പറയും, റഷ്യൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ ഇംഗ്ലീഷ് അതെന്റെ വീട്ടില് ഭയങ്കര ഷോക്കായിരുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ തെരഞ്ഞെടുത്ത പ്രൊഫഷൻ ഒരു പക്ഷേ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈവൻ മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ അവർക്ക് ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. ഈവൻ ഗാനമേളയ്ക്ക് പോകുന്നു പറഞ്ഞപ്പോൾ ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. ടീച്ചിങ്, ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഷോക്കായി. കാരണം അതും സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇതുപോലെ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഓൺലൈൻ ടീച്ചറാണ്. അല്ല, അന്ന് ഓൺലൈൻ ഇല്ല. ശങ്കർ മഹാദേവൻ അക്കാഡമി ഉണ്ട്, അത് പക്ഷെ ഇവിടേക്കൊന്നും ആർക്കും ഒരു വിശ്വാസമില്ല. കാരണം അന്ന് ഇത്രയും സ്പീഡിൽ ഇന്റർനെറ്റ് ഇല്ല, ഇതുപോലത്തെ സാധനം കേട്ടുകേൾവി പോലും ഇല്ല. ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂസ് ആണ് എങ്ങനെയാണ് ഈ ഓൺലൈൻ. അല്ല, സ്വന്തമായിട്ട് എങ്ങനെ തോന്നി എനിക്ക് ഓൺലൈൻ ചെയ്യണം എന്നുള്ളത് ഒരു തോട്ട് എങ്ങനെ വന്നു? എനിക്ക് ടീച്ചിങ് എന്റെ ബ്ലഡിലുണ്ട് എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. കാരണം ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ജൂനിയർ തൊട്ട് കുട്ടികൾക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും, കണ്ടസ്റ്റൻസിനെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കും. അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവരെന്റെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചു വരും. ഫിനാലേക്ക് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നത് വലിയൊരു, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ടീച്ചിങ് എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്, പലർക്കും അറിയാത്തൊരു സാധനമാണത്. ഇന്നും അവരുടെ വിചാരം നമ്മളൊരു MA മ്യൂസിക് എടുത്താലേ ടീച്ചറാവും. MA മ്യൂസിക്കിൽ കിട്ടുന്നത് അറിവാണ്, പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചിങ് ആണ്. ടീച്ചിങ് വേറെ തന്നെ ഒരു സ്കില്ലാണ്. നമുക്കത് കുറെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, പക്ഷെ ജന്മനാ കിട്ടുന്ന ഒരു സാധനം അത് വരില്ല. ഇപ്പം ഞാൻ എൻ്റെ നൊട്ടേഷൻ വീഡിയോസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നൊട്ടേഷൻ വീഡിയോസ് ഡിഫറെൻ്റ് ആവുന്നത്? പലർക്കും ചെയ്യാൻ പറ്റും നൊട്ടേഷൻ. ഈ ലോകത്ത് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഞാനൊന്നുമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം വേറെ കുറേ എലമെൻറ്റ്സ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടും അവരോട് സംസാരിച്ചും ഒക്കെയുള്ളൊരു എക്സ്പീരിയൻസിൽ ഞാനൊരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്ന പോലെയാണ് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോഡുലേഷനും ഞാൻ പറയുന്ന വേർഡ്സിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയും അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. വല്ലാത്തൊരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്, എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ അന്ന് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയാം, അപ്പോഴും അവർ പറഞ്ഞു ഒരു മ്യൂസിക് ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് കുട്ടികളെ ചേർത്ത് നമുക്കൊരു ചെറിയൊരു റൂം എടുത്ത് അങ്ങനെ ചെയ്തുകൂടെ. എന്റെ മനസ്സിലെന്താണെന്നറിയോ, ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ, പുറത്തുള്ള കുട്ടികൾക്ക് അത്ര ഇല്ല. അവരിൽ ഉള്ള മ്യൂസിഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു തോട്ടാണ് എൻ്റെ ഉള്ളത്. അപ്പം UK-യിലുള്ള, US-ലുള്ള, അല്ലെങ്കിൽ കാനഡയിലുള്ള, ഓസ്ട്രേലിയയിലുള്ള, ഇങ്ങനെ അറബ് ഏരിയസിലുള്ള കുട്ടികൾ എത്രയോ പേര് ടാലൻറ്റഡ് ആണ്. പക്ഷെ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അവർ ചെയ്യുന്ന എന്താ, അവിടെ ഉള്ള ഒരു ടീച്ചറിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എനിക്ക് അങ്ങോട്ട് മ്യൂസിക് സ്പ്രെഡ് ചെയ്യണം എന്നൊരു നല്ല ഉദ്ദേശമായിരുന്നു. എന്നിൽ വിശ്വസിച്ച് വന്ന് വെറും 2 പേരെ വെറും 2 കുട്ടികളിലാണ് ഞാൻ തുടങ്ങുന്നത്. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, നിന്റെ ഡിഗ്രി നീണ്ടു പോകുന്നു, കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് വന്നാൽ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, നിനക്ക് സൈഡിൽ കൂടെ തുടങ്ങിയപ്പോൾ ഈ 2 പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, ജോലിക്ക് പോയി ഞാൻ ഇല്ല ഇത് ഡെവലപ്പ് ആവും. എനിക്ക് വിശ്വാസമുണ്ട്. കുറച്ച് നാൾ കഴിയുന്നു, എല്ലാവരുടെയും വിശ്വാസം കിടുന്നു. നീ സൈഡിൽ കൂടെ ഡേറ്റ എൻട്രിക്കെങ്കിലും പൊക്കൂടെ, ഒരു 10,000 രൂപയെങ്കിലും വരുമാനം അതിൽ കൂടെ വരില്ലേ എന്നെല്ലാം പാട്ട് പഠിപ്പിക്കും, വേറെ പണിയൊന്നും ഇല്ലേ. പിന്നെ കുത്തുവാക്കുകളായി എഞ്ചിനീയറിംഗ് നശിപ്പിച്ചവൾ, അവളുടെ ജീവിതം നശിപ്പിക്കുന്നവൾ. ഞാനാണെങ്കിൽ പ്ലേ ബാക്ക് സിംഗിങ് വേണ്ടാന്ന് വെച്ചു. എനിക്ക് ടീച്ചിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തോ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ, 2 കുട്ടികൾ 3 ആവുന്നു, 4 ആവുന്നു, 5 ആവുന്നു, കഴിഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ പരസ്യം കൊടുക്കുന്നില്ല. ഇന്നും ഞാൻ പരസ്യം കൊടുക്കാറില്ല, ഒന്നും പരസ്യം കൊടുത്തിട്ടില്ല.
ഒരു ആഡ് പോലും ഇല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? എൻ്റെ സ്റ്റുഡൻസ് അവരൊരു 2-3 കൊല്ലം പഠിച്ച് സ്റ്റേജസ് കയറി തുടങ്ങി. അവർ ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും കുട്ടികൾ വന്ന് ചോദിച്ചോളൂ, ഇത് ആരാ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ആരാ പഠിപ്പിക്കുന്നത്? ആ മൗത്ത് ടു മൗത്താണ് എൻ്റെ എല്ലാ ആഡും നടന്നത്. അവിടെ നിന്ന് വരുന്ന കുട്ടികൾ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഇത് ഡെവലപ്പായി 5-ൽ നിന്ന് 10 ആവുന്നു, 20 ആവുന്നു, 50 ആവുന്നു, 100. ഞാനെല്ലാം 1-on-1 എടുക്കുന്നത്. ഇതുവരെ ഗ്രൂപ്പ് ക്ലാസ് എടുത്തിട്ടില്ല. കാരണം ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്. ഗ്രൂപ്പ് ക്ലാസ് എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതൊരു പൈസയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ പാഷനാണ്. ആ ഒരു കുട്ടി ഇപ്പോഴും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നന്നായിട്ട് പാടി ഞാൻ അവിടെ ഇരുന്ന് കരയും, അവരുടെ മുമ്പിൽ ഇരുന്ന് കരയും. കാരണം എനിക്ക് ആ ഒരു പാഷനാണ് ആ കുട്ടിയിലുള്ള സിംഗറിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അല്ലാണ്ട് ഒരു ലാഭം അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആ ഒരു അടിത്തറയിലാണ് ഇന്നും എൻ്റെ ആ മ്യൂസിക് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഞാനാണ് ഫസ്റ്റ് ഇന്ത്യൻ 10,000 മണിക്കൂർ ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് എത്രയോ വർഷം മുന്നേ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴും മുന്നിലേക്ക് പോകുന്നു. ഇപ്പോഴും ഒരു ദിവസം ആവറേജ് ഞാൻ 13 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. എൻ്റെ ശബ്ദം പോകുന്നുണ്ട്, 13 hours പാടാൻ പാടില്ല, എനിക്ക് റീകോയിലിംഗ് പീരീഡ് കിട്ടുന്നില്ല, റെസ്റ്റ് കിട്ടുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും 2.5 മണിക്കൂർ മൊത്തം. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് 10:30 to 11:30, ലഞ്ചിന് 12:30 to 1, ഡിന്നറിന് 7 to 8. അല്ലാതെ മറ്റൊരു ബ്രേക്കും എൻ്റെ ലൈഫിലില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ സമയമില്ല. അവരും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവരോടുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ആ ലക്ഷ്യം അത് നടക്കുന്നുണ്ട്. എൻ്റെ ഓരോ സ്റ്റുഡൻറ്റും ഡെവലപ്പ് ആവുന്നുണ്ട്. അവരെ ഞാൻ ഈ റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് ആക്കാനോ അല്ലെങ്കിൽ കച്ചേരി പ്രോഡക്റ്റ് ആക്കാനോ ഒന്നുമല്ല. അവരിലുള്ള എനിക്ക് എല്ലാവരുടെയും ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ 5 പാട്ട് കഴിഞ്ഞിട്ട് ഈ പാട്ട് തിരിച്ചു നോക്കുക, നിങ്ങൾക്കത് ബെറ്റർ ആയിട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നറാണ്. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് നല്ല സിംഗേഴ്സിനെ, ഒരുപാട് നല്ല മ്യൂസിഷ്യൻസിനെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞാനിപ്പോഴും ഭയങ്കര പ്രൗഡാണ്. അത് ഏത് ഏജ് കാറ്റഗറി? ഇപ്പൊ എങ്ങനെയാ? എല്ലാ ഏജും. ഏറ്റവും ചെറിയ കുട്ടിക്ക് ഇപ്പം 4 വയസ്സായി. ഏറ്റവും മുതിർന്ന കുട്ടിക്ക് ഇപ്പോ 66 വയസ്സായി. 66 ആള് ഇപ്പൊ റിട്ടയർ ചെയ്തു. അവിടെ ഒരു കുഞ്ഞു വാവ ഒന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇപ്പോഴത്തെ ലീഡിങ് ആള് 64ആണ്. അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇന്ന് വരെ എന്റെ ഒരു ദേഷ്യപ്പെട്ട മുഖം സ്റ്റുഡൻസ് കണ്ടിട്ടില്ല. അത് കൂടാണ്ട് ഇവരുടെ ഏജിനനുസരിച്ചാണ് ഞാൻ ഇവരുടെ അടുത്ത് നിൽക്കാറ്. അത്രയും പേഷ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. പേഷ്യൻസ് കൊള്ള. 10 വയസ്സുള്ള കുട്ടികളുണ്ട്, എസ്പെഷ്യലി ആൺകുട്ടികളെ. ഇവര് എന്താ ചെയ്യാന്നറിയോ? എന്നെ ഒരു വിലയില്ലല്ലോ, ഞാൻ ചീത്ത പറയില്ലല്ലോ. ഇങ്ങനെ ഇരിക്കും ഫോൺ നോക്കിയിട്ട്. അങ്ങനെ എന്തേ മോനെ, അതെ മാഡം ഒരു 10 മിനിറ്റ് വെയിറ്റ്, എനിക്ക് ലൈഫ് കിട്ടിയിട്ടില്ല പറയും. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവന്റെ ഗെയിമിൽ ലൈഫ് കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അവൻ വെക്കും, പഠിക്കാം ഇങ്ങനെ ഇരിക്കും. അവന്റെ സൗകര്യത്തിന് പാട്ട് പഠിക്കുമ്പോൾ വെയിറ്റ്, ഈ പാട്ട് എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് വേറെ പാട്ട് മാറ്റി പിടിച്ചാലോ? ഓക്കെ. ഇതിലിപ്പോ ആരാ ടീച്ചർ എന്നുള്ളതാണ്. അവനാണോ ടീച്ചർ, ഇവനാണോ ടീച്ചർ എന്ന് വെച്ചാൽ അവരുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അവരെന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇവൾ ഒരു ബഗ്ഗിനെ പിടിച്ച് അതുകൊണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഇത് കണ്ടു. പക്ഷെ ഇത് കണ്ട ഒരു ബഗ്ഗിനെ പിടിച്ചു. അവരുടെ മനസ്സിന് വിഷമം വരുന്ന എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. അത് അവരുടെ ഒരു ലവ് അഫെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഭയങ്കര, ഇപ്പം എൻ്റെ ഒരു കുട്ടിക്ക് സ്റ്റേറ്റിന് ക്രിക്കറ്റിന് കിട്ടാതെ പോയി, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് എന്ത് ചെറിയ കാര്യങ്ങളും. മാത്രമല്ല അവരുടെ പാരൻസ് പറയും, അവര് കുറച്ച് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്, മാളവിക ഈ അവറിൽ കുറച്ചേരം ഒന്ന് സംസാരിച്ചിരിക്കണേ അവരുടെ അടുത്ത്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരിൽ ഒരാളാണ്. ഞാൻ കുട്ടിയുടെ ട്രൗസർ ഇട്ട് അവരുടെ കൂടെ മറ്റേ റൈഡ്സിലൊക്കെ കയറി തലകുത്തി മറിയും. കുറച്ചും കൂടെ പ്രായമുള്ള പിള്ളേരാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ഒരു കോക്ടെയിൽ വെച്ച് GS പറയും എല്ലാം. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും അവരൊരു ബഹുമാനം വിട്ടിട്ടില്ല. കാരണം ഞാൻ എന്നും പറയുന്നൊരു സാധനമാണ്, എന്നെ ഒരുപാട് പേര് ആസ് എ ടീച്ചർ കണ്ടീഷൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ടീച്ചർ ആയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അത് കുട്ടികൾക്ക് തോന്നിക്കണം. അത് ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, നമ്മുടെ അപ്പിയറൻസിലായിക്കോട്ടെ, നമ്മൾ ഇതൊന്നുമല്ല. ടീച്ചറിനോട് ബഹുമാനം തോന്നുന്നത് ടീച്ചറിന്റെ കലയിലാണ്. എൻ്റെ കലേനെ, എൻ്റെ ടാലന്റിനെയാണ് അവർ ബഹുമാനിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും, ഞാൻ നൈറ്റ് വെയർ ഇട്ടിട്ടാ ക്ലാസ് എടുക്കാറ്, എനിക്ക് അതിനായിട്ട് വേറെ ഒന്നുമില്ല. എന്തിട്ടാലും ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ അവരോട് എന്ത് തലകുത്തി പറഞ്ഞാലും ആ പഠിക്കുന്ന സമയത്ത് ആ ടാലന്റിനെ അവർ ബഹുമാനിച്ചിരിക്കും. ആ ബഹുമാനം ഒരിക്കലും പോവില്ല. അത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്റെ ഡ്രസ്സിനെ അവർ ബഹുമാനിച്ചിട്ട് എന്താ കാര്യം?
അത്രേ ഉള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് അവര് നോക്കണത്. കറക്റ്റ്. മാത്രമല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഇപ്പൊ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് ചിലപ്പോൾ ഞാൻ പറയും 2 ആഴ്ച വയ്യ, എനിക്ക് ഭയങ്കര അസുഖങ്ങളുണ്ട്, ഒരു 2 ആഴ്ച ബ്രേക്ക് എടുക്കുന്നുണ്ടേ. ഞാനാണെങ്കിൽ മാക്സിമം ബ്രേക്ക് എടുക്കില്ല കേട്ടോ. പനി വന്നാൽ ക്ലാസ് എടുക്കും, ചുമ വന്ന കിടന്ന് ഞാൻ ക്ലാസ് എടുക്കും. ഞാൻ കിടന്ന കിടപ്പിലാണെങ്കിലും ബെഡ് റിഡർ ആണെങ്കിലും ക്ലാസ് എടുക്കും. തീരെ പറ്റില്ല, റെസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ റെസ്റ്റ് വേണം എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കരച്ചിലാണ്. അയ്യോ ടീച്ചറെ ക്ലാസ് എടുക്കാണ്ട് പോവല്ലേ. ഇപ്പം എബ്രോഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ US. അപ്പം മലയാളി കുട്ടികൾ തന്നെയാണോ എല്ലാം? അല്ല, കൂടുതലും മലയാളി കുട്ടികളാണ്. പക്ഷെ അല്ലാത്ത ഇന്ത്യൻസ് ആണ് കേട്ടോ. ഇന്ത്യൻസ് അല്ലാത്ത എനിക്കൊരു 3 പേരേ ഉള്ളൂ. അവരെല്ലാം റഷ്യൻ എന്നൊക്കെയാണ്. റഷ്യൻസ് ഉണ്ട്. റഷ്യൻസിൽ ഏറ്റവും കോമഡി എന്നറിയോ, ഒരു റഷ്യന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ? ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ അതൊക്കെ. ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. ഇവര് റഷ്യന് പറയും, റഷ്യൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ ഇംഗ്ലീഷിൽ പറയും, അത് റഷ്യനിൽ ഇങ്ങോട്ട് വരും. അതിന്റെ ഇടയിൽ ഇത്രയും സമയം മിസ്സാവും. പക്ഷെ അവരത് ഓക്കെയാണ്. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല അവരെന്തിനാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവര് കർണാട്ടിക് മ്യൂസിക്കിന് വേണ്ടിട്ട്, കർണാട്ടിക്കിലും കൂടുതൽ അവർക്ക് ഹിന്ദി ഫിലിം സോങ്സ് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ റഷ്യൻ മ്യൂസിക്കിന്റെ കൂടെ അത് ആഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി, ഫ്യൂഷൻ പോലെ അങ്ങനെ കുറെ സിംഗേഴ്സ് ഉണ്ട്. പിന്നെ കൂടുതലുള്ള ഈ കന്നഡികാസ്, തമിഴര്, ഹിന്ദിക്കാര് എല്ലാവരും ഉണ്ട് എനിക്ക്. എന്നാലും മലയാളി കുട്ടികളാണ്. US പിള്ളേർക്ക് മലയാളത്തിൽ ചില വാക്കുകൾ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടല്ലേ പറയാൻ വേണ്ടിട്ട്. അല്ല കേട്ടോ, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അയ്യോ ഒരു രക്ഷയില്ല മള. അല്ല അതൊക്കെ അത് പറഞ്ഞു കൊടുക്കുമ്പോ ഡിക്ഷൻ കറക്റ്റ് ആക്കി വെക്കാൻ തന്നെ സമയം എടുക്കുമല്ലോ അല്ലെ. ചില സമയത്തുണ്ടല്ലോ കൊച്ചു കുട്ടികളുടെ ഒരു സൈഡിൽ ഞാനുണ്ടാവും, അവിടെ അവരുടെ അമ്മയുണ്ടാവും. വാക്കുകൾ ഇങ്ങനെ വേർഡ്സ്, കുട്ടികളുടെ പാട്ടാണെങ്കിൽ അപ്പൂപ്പൻ താടിയിലുപ്പിട്ടു കെട്ടുന്ന ചെപ്പടി ചെയ്യും. മുറിച്ച് ഞാൻ ചെപ്പാ പാപ്പാ. പക്ഷെ അതൊരു രസമാണ് കുട്ടികൾ കഷ്ടം. അവര് ഇങ്ങനെയുണ്ട് പടി വിദ്യ സങ്കടം തോന്നും. പക്ഷെ ഇമ്പ്രൂവ് ആവും. ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്, മലയാളി കുട്ടികളാണെങ്കിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കുള്ളൂ. അവർക്ക് ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും, നിനക്ക് മനസ്സിലാവാത്തൊരു ലൈൻ ഉണ്ടെങ്കിൽ പറ, ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് കൺവേ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മലയാളം കേക്ക്. സോ എന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, എന്റെ ലിപ് മൂവ്മെന്റ് എങ്ങനെയാണ്, ചുണ്ടിലേക്ക് നോക്ക്, അത് നിനക്ക് ഗുണം ചെയ്യുന്നു. പക്ഷെ അത് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, വർക്ക് ആവും. ഏഴ് വയസ്സുള്ള ഞാൻ ആദ്യമായിട്ട് ചാലഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ പാട്ട് പറഞ്ഞു ഞാൻ വായിക്കാം എന്നാ. 7 വയസ്സ് മുതൽക്ക് അതിനെയാണ് മൈക്രോടോൺസ് എന്ന് പറയുന്നത്. ഈ മൈക്രോടോൺസിനെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും അടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. ഈ ഫ്രീക്വൻസിയാണ് ആക്ച്വലി മ്യൂസിക്കിലൂടെ നമ്മളിൽ ഇമോഷൻ ഉണ്ടാക്കുന്നത്. സോ കുറച്ച് ദൂരെ കിടക്കുന്ന ഫ്രീക്വൻസീസ് കേൾക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയും അടുത്തടുത്ത് കിടക്കുന്ന ഫ്രീക്വൻസീസ് കിടക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്ന മനോവിചാരങ്ങളാണ്. അപ്പം പുന്നാക മലയാളി കേൾക്കുമ്പോഴും നമുക്ക് സാധനം അതന്നെയാണല്ലോ മറ്റേ പാമ്പാട്ടിയും വായിക്കുന്നത്. സെയിം സാധനമാണ് ഞാൻ പറഞ്ഞപ്പോ.